ലാലിഗയിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ജയിക്കാനാവാതെ എഫ് സി ബാഴ്സലോണ. ഇന്ന് ലാലിഗയിൽ സെൽറ്റ വിഗോയോട് ബാഴ്സ സമനിലയിൽ കുരുങ്ങി. മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. സെൽറ്റയുടെ മൈതാനത്ത് 2 ഗോളുകൾക്ക് മുന്നിലെത്തിയ ശേഷം ബാഴ്സ സമനില വഴങ്ങുകയായിരുന്നു. മത്സരത്തിന്റെ 14-ാം മിനിറ്റിൽ റഫീഞ്ഞയുടെ ഗോളിൽ ബാഴ്സ ആദ്യ ലീഡെടുത്തു. രണ്ടാം പകുതിയിൽ 61-ാം മിനിറ്റിൽ ലെവൻഡോസ്കിയുടെ ഗോളിൽ ലീഡ് ഇരട്ടിയാക്കി. ലെവൻഡോസ്കിയുടെ ലാലിഗയിലെ 15-ാം ഗോളായിരുന്നു ഇത്, സീസണിലെ 20-ാമത്തെയും. മത്സരം പുരോഗമിക്കവേ 82-ാം മിനിറ്റിൽ മിഡ്ഫീൽഡർ മാർക്ക് കസാഡോ രണ്ടാം മഞ്ഞ കാർഡും കണ്ട് പുറത്തുപോയത് ബാഴ്സലോണയ്ക്ക് തിരിച്ചടിയായി. 10 പേരായി ചുരുങ്ങിയ ബാഴ്സലോണയ്ക്കെതിരെ 4 മിനിറ്റുകൾക്കകം 2 ഗോൾ തിരിച്ചടിച്ച് സെൽറ്റ സമനില പിടിച്ചു. അൽഫോൺസോ ഗോൺസാലസ്, ഹ്യൂഗോ അൽവാരസ് എന്നിവരാണ് സെൽറ്റയ്ക്കായി ഗോൾ നേടിയത്. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 60% ബോൾ പൊസിഷൻ എഫ് സി ബാഴ്സലോണയ്ക്കായിരുന്നു. 9 ഷോട്ടുകളാണ് ബാഴ്സലോണ ആകെ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 584 പാസുകൾ 84% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 15 ഷോട്ടുകളാണ് സെൽറ്റ വിഗോ തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്. 388 പാസുകൾ 75% കൃത്യതയോടെ സെൽറ്റ പൂർത്തിയാക്കി. സമനിലയോടെ 14 മത്സരങ്ങളിൽ നിന്നും 34 പോയിന്റുമായി ബാഴ്സലോണ ലീഗിൽ ഒന്നാമത് തുടരുകയാണ്. 18 പോയിന്റുള്ള സെൽറ്റ വിഗോ 11-ാം സ്ഥാനത്താണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബ്രസ്റ്റിനെതിരായാണ് ബാഴ്സലോണയുടെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.